ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രത്യേകിച്ച് തിരുവോണം അല്ലേ? കാടം വിറ്റ് ഓണം കൊണ്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏത് സാധനത്തിനും വില കൂടുതലാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം എന്നാ വെച്ചാൽ അത് മേടിച്ചിരിക്കും. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ കുടുംബങ്ങളെ എല്ലാവരും ഒത്തുകൂടുന്നതും കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഒക്കെ സഹായിക്കും ഈ ഓണത്തിൻ്റെ. അത് പ്രത്യേകിച്ച് സദ്യവട്ടം ഒരുക്കുമ്പോഴത്തേക്കും അത് കഴിക്കാനിരിക്കുന്ന ആൾക്കാരും ഒരുപാട് തമാശകളും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ദിവസമാണ് അല്ലേ? അപ്പോൾ ഞങ്ങളും അത് തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെ വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഓണസദ്യയല്ലേ, അപ്പോൾ അത്യാവശ്യം കുറച്ച് കറികളൊക്കെ നമ്മളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ തന്നെ അച്ചാറൊക്കെയാണ്. ആദ്യം എൻ്റെ കൊച്ചുമോക്ക് ഇച്ചിരി വിളമ്പട്ടെ. ഇതെന്നാ അച്ചാറ്? മാങ്ങ അച്ചാറ്. കാര്യം പുറത്തുള്ള ആരും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ്. കറുനാരങ്ങ അച്ചാർ. മോൻ വേണ്ടേ? കാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് തോരൻ. അവിയൽ. ഓണത്തിന് സദ്യക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് അവിയൽ എന്ന് പറയുന്നത് അല്ലേ? എല്ലാവരും ചോറില്ലാതെ ചുമ്മാ ആടേലും കഴിക്കും. അതാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അച്ചിക്ക പയർ മെഴുക്ക് വരട്ടി. ഇത് നമ്മൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചവർക്കറിയാം, നല്ല രുചികരമായൊരു പച്ചടിയാണ്. നമ്മൾ വീഡിയോക്കകത്തിട്ടതാണ് ഈ പച്ചടി എങ്ങനെയാണ് റെഡിയാക്കുന്നതിനെ പറ്റി. ഇന്നലെ നമ്മൾ ചെയ്തതാണ് പച്ചടി ഓലനും കൂടെ വെച്ച് കേട്ടോ. അപ്പോൾ ആ ഓലനും കൂടെ അങ്ങോട്ട് വെക്കാം. ഇച്ചിരി ഉപ്പേരി. ഇനി നമുക്ക് ചോറൂടെ അങ്ങോട്ടിടാം. നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും കറികളാണ് നമ്മൾ റെഡിയാക്കിയത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറികളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഒരു ഓണാഘോഷം. ഇനി ചോറിൻ്റെ അകത്തോട്ട് ഒരു കുഴി ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ചിട്ട് സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചു. സാമ്പാർ ഒഴിച്ചു. പുളിശ്ശേരി മതിയോ? എന്നാൽ ഇച്ചിരി പുളിശ്ശേരി അങ്ങോട്ട് ഒഴിക്കാം. മധുരമുള്ള സാധനം അതും തരാം. ഒരു പപ്പടം കൂടി. ഇതിനകത്ത് ഇനി ഒരാളോട് ഇരിക്കാനുണ്ട്. എൻ്റെ മകൻ ഒരാൾ ക്യാമറ എടുക്കുന്നത്. ഇതെല്ലാം എടുത്തിട്ട് ഇരിക്കാതിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല സന്തോഷമായിട്ട് ഹാപ്പി അല്ലേ? ഹാപ്പി ഓണം. അപ്പോൾ എൻ്റെ മകളും മരുമോനും ഒക്കെയാണ്. അപ്പം മകള് ഏതാ ഡേറ്റ്? അടുത്ത മാസമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഇത്രയും ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഭയങ്കര ആഗ്രഹം ഇച്ചിരി ഓണസദ്യ ഉണ്ട്. എന്നാൽ സാധാരണ ഇപ്പോൾ ഓണസദ്യക്ക് ഓർഡർ ചെയ്യുന്ന എല്ലാ ഹോട്ടലിൽ നിന്നൊക്കെ വിളിച്ചാൽ എല്ലാം കൊണ്ടുവരും. അതല്ല, നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് ഇതേപോലെ സ്നേഹത്തോടിരുന്ന് എല്ലാവരും കൂടെ വട്ടത്തിരുന്ന് ഇച്ചിരി ഓണസദ്യ കഴിക്കാമെന്നുള്ള മോടെ ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇതിങ്ങനെയൊക്കെ റെഡിയാക്കിയത്. പക്ഷേ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓണവിശേഷങ്ങളും സദ്യവിശേഷങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം. അറിയാനുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ.